ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് islampathashala.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. ഫറോവമാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കൈറോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ആഭരണം, സ്വർണ്ണക്കട്ടിൽ, നാണയങ്ങൾ, പിരമിഡുകൾക്കുള്ളിൽ ഫറോവമാരുടെ ശരീരം അടക്കം ചെയ്തിരുന്ന മമ്മിക്കൂടുകൾ. പിൽക്കാലത്ത് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ഇവ പിരമിഡുകൾക്ക് ഉള്ളിൽ നിന്നും മ്യൂസിയത്തിലേക്ക് മാറ്റി. ഇത് സ്വർണം കൊണ്ടുള്ള മമ്മിക്കൂടാണ്. തുത്തൻഖാമൻ എന്ന ഫറോവയുടെ മുഖമൂടി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്രായേല്യരെ ഫിർഔനിന്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തീരുമാനിച്ചു. രഹസ്യമായി രാത്രി ഈജിപ്തിൽ നിന്ന് മൂസാ നബിയും ഹാറൂൻ നബിയും ആയിരക്കണക്കിന് ഇസ്രായേല്യരെയും കൊണ്ട് ഒളിച്ചോടി. ഈ വിവരമറിഞ്ഞ ഫിർഔൻ വൻ സൈന്യവുമായി അവരെ പിടികൂടാൻ പുറപ്പെട്ടു. ചെങ്കടലിന്റെ വടക്കേ അറ്റത്തുള്ള സൂയസ് ഉൾക്കടലിന്റെ വടക്കേ അറ്റത്താണ് ഇരുകൂട്ടരും എത്തിയതെന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ നിർണായക ഘട്ടത്തിൽ അള്ളാഹു കൽപ്പിച്ചു. 26-ാം അധ്യായം 63-ാം സൂക്തം. فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم. അപ്പോൾ മൂസാക്ക് നാം ബോധനം നൽകി, നിന്റെ വടികൊണ്ട് നീ കടലിൽ അടിക്കുക എന്ന്. അങ്ങനെ കടൽ പിളരുകയും വെള്ളത്തിന്റെ ഓരോ പൊളിയും വലിയ പർവ്വതം പോലെയായി തീരുകയും ചെയ്തു. അപ്പോൾ പിളർന്ന സൂയസ് ഉൾക്കടലിന്റെ ഭാഗമാണിത്. രണ്ടു ഭാഗത്തേക്കും കുന്നുകൾ പോലെ വെള്ളം മാറി നിന്നു. വെള്ളമില്ലാത്ത ഉണങ്ങിയ ഒരു വഴി കടലിൽ രൂപപ്പെട്ടു. അതിലൂടെ ഇസ്രായേല്യർ അക്കരെ സിനായിലേക്ക് രക്ഷപ്പെട്ടു. ഫിർഔനും സൈന്യവും കടലിന്റെ മധ്യത്തിൽ കണ്ട വഴിയിലൂടെ ഇസ്രായേല്യരെ പിടികൂടാൻ ഓടിയെത്തി. മധ്യത്തിലെത്തിയപ്പോൾ കടലിനെ അല്ലാഹു പഴയ നിലയിൽ തന്നെയാക്കി. ഫിർഔനും സൈന്യവും മുങ്ങിച്ചത്തു. ഫിർഔന്റെ മൃതദേഹം ഒരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിക്കുമെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. അധ്യായം 10 യൂനുസ് 92-ാം സൂക്തം. فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിന് വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കും. തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകുന്നു. ഖുർആൻ പറഞ്ഞത് വ്യക്തമായും പുലർന്നു. 1881 ചെങ്കടലിൽ നിന്ന് കിട്ടിയ ഫിർഔന്റെ ഈ മൃതദേഹം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന്റെ റോയൽ മമ്മി ഹാളിൽ ഒരു ഗ്ലാസ് പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതിന്റെ നീളം 202 സെന്റിമീറ്ററാണ്. BC 1235 മുങ്ങിച്ചത്ത ഫിർഔന്റെ ജഡം 3116 വർഷങ്ങൾ കടലിൽ കിടന്നിട്ടും മത്സ്യം തിന്ന് നശിപ്പിക്കുകയോ ചീഞ്ഞു പോവുകയോ ചെയ്യാതെ നിലനിന്നുവെന്നത് ഖുർആൻ ഒരു ദൈവീക ഗ്രന്ഥമാണെന്നതിന് വ്യക്തമായ തെളിവാണ്. ഇതേ മ്യൂസിയത്തിലെ മറ്റു ഫറോവമാരുടെ ജഡങ്ങൾ കുടൽ ചോർത്തിക്കളഞ്ഞ് പ്രത്യേകം മരുന്ന് പുരട്ടി ശീല ചുറ്റി
സൂക്ഷിക്കപ്പെട്ട മമ്മികളാണ്. എന്നാൽ ഖുർആൻ പറഞ്ഞ റാംസസ് രണ്ടാമൻ എന്ന ഫിർഔന്റെ മമ്മിയല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്.